ഓരോ വ്യക്തികളും വ്യക്തിപരമായി കൊണ്ടുവന്ന വിപ്ലവകരവും സമരാത്മകവുമായ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഉണ്ട്. ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ചെറിയ സമുദായങ്ങളും കൂട്ടങ്ങളൊക്കെ ചേർത്ത് കൊണ്ടുവന്ന നേട്ടങ്ങളുടെ എല്ലാം അത് ഞങ്ങളാണ് അതിൻ്റെ ആളുകൾ. അവരെ പോയിട്ട് ഹൈജാക്ക് ചെയ്യും, കുറച്ച് ദിവസം കൂടെ നിർത്തും. അങ്ങനെയാണോ? അതെ, മലപ്പുറത്ത് ചെറുകാടിന്റെയും ഇടശ്ശേരിയുടെ ഒക്കെ ഒരു അതാ ഞാൻ പറഞ്ഞത്. പാരമ്പര്യമുള്ള വലിയൊരു അതാ പുരോഗമന ഞാൻ പറഞ്ഞത്. സാംസ്കാരിക അവരെ പാരമ്പര്യമുള്ള മണ്ണല്ലേ ഇത്? അത്തരം ആളുകൾ വ്യക്തികൾ എന്ന നിലയ്ക്ക് അവർ നേടിയ നേട്ടത്തിനെ പാർട്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു പാർട്ടിക്കാരനായിരുന്നോ? അയ്യങ്കാളി CPM-കാരനായിരുന്നോ? പക്ഷേ ഇതിൻ്റെയൊക്കെ വാപ്പ ഞങ്ങളാണ് എന്ന് പറയുന്ന തരത്തിൽ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ വേടനെ തന്നെ അവരെന്താ ചെയ്തത്? എത്ര നല്ല ഫയറുള്ളൊരു പാട്ടുകാരനാണ്. ഞാൻ ഈ മുസ്ലിം ലീഗിലേക്ക് ചേരുന്നതിനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, വേടനോടുണ്ടായിരുന്ന അതിനിശിതമായ സംഘപരിവാറിൻ്റെ സമീപനം. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. അയാൾ അത്രയും ഫയറുള്ള ഒരു പാവം കുട്ടിയാണ്, അവൻ അത്രയും കഴിവുള്ള ഒരുത്തനാണ്. പക്ഷേ CPM അവനെന്താ ചെയ്തത്? രണ്ടാമത്തെ കുംഭമേളൻ CPM അവനെന്താ ചെയ്തത്? CPM അവനെ കൊണ്ട് LDFൻ്റെ സ്തുതിഗാനം പാടിക്കുക ചെയ്തത്. മനസ്സിലായില്ലേ? അതായത് തനിക്കാക്കി വടക്കാക്കാന്ന് പറയില്ലേ? അതല്ലാണ്ട് അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവനെ വിടുകയല്ല ചെയ്തത്. അവന് നിവൃത്തികേടുകളുണ്ടായി, കാരണം കേസും കൂട്ടങ്ങളൊക്കെ പലതും ഉള്ളതാണ്. ആ കുട്ടിയെ അവൻ്റെ ഇഷ്ടത്തിന് വിടുകയല്ല ചെയ്തത്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഞാൻ ചേരുമ്പോൾ ഞാൻ ചോദിച്ചു, തങ്ങളെ ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടല്ലോ? ഒന്നും ശ്രദ്ധിക്കല്ല, നിങ്ങളിപ്പോൾ ജീവിക്കണം അതേ ജീവിതം ജീവിക്കുക, നിങ്ങളുടെ വിശ്വാസങ്ങളും കലകളായിട്ടും മുന്നോട്ട് പോകുക എന്നാണ് പറഞ്ഞത്. മനുഷ്യരാവണം നാം മണ്ണിൽ, മതങ്ങളിൽ വേണ്ട ഭ്രമം